പ്രിയമുള്ളവരെ, വചനജ്വാല 1690 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ 17 വെള്ളിയാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രമിക്കുക. ഇതാ കർത്താവ് തൻ്റെ കോപത്തിൽ സിയോൻ പുത്രിയെ മേഘം കൊണ്ട് മൂടിയിരിക്കുന്നു. ഇസ്രായേലിന്റെ മഹത്വത്തെ അവിടുന്ന് ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു. തൻ്റെ കോപത്തിന്റെ ദിനത്തിൽ അവിടുന്ന് തൻ്റെ പാദപീഠത്തെ ഓർമ്മിച്ചില്ല. കർത്താവ് യാക്കോബിന്റെ കൂടാരങ്ങളെ നിഷ്കരുണം നശിപ്പിച്ചു. തൻ്റെ ക്രോധത്തിൽ യൂദാപുത്രിയുടെ ശക്തിദുർഗങ്ങളെ അവിടുന്ന് തകർത്തു. രാജ്യത്തെയും ഭരണാധിപന്മാരെയും അവമാനം കൊണ്ട് നിലം പറ്റിച്ചു. തൻ്റെ ഉഗ്രകോപത്തിൽ ഇസ്രായേലിന്റെ സർവശക്തിയും അവിടുന്ന് വെട്ടിവീഴ്ത്തി. ശത്രുക്കളുടെ മുൻപിൽ വെച്ച് അവിടുന്ന് വലത്തുകൈ അവരിൽ നിന്ന് പിൻവലിച്ചു. സംഹാരാഗ്നി പോലെ അവിടുന്ന് യാക്കോബിനെതിരെ ജ്വലിച്ചു. ശത്രുവിനെ പോലെ അവിടുന്ന് വില്ലുകുലച്ചു. വൈരിയെ പോലെ അവിടുത്തെ വലതുകൈയിൽ അമ്പെടുത്തു. സിയോൻ പുത്രിയുടെ കൂടാരത്തിൽ നമ്മുടെ കണ്ണുകൾക്ക് അഭിമാനം പകർന്ന എല്ലാവരെയും അവിടുന്ന് വധിച്ചു. അവിടുന്ന് അഗ്നി പോലെ ക്രോധം ചൊരിഞ്ഞു. കർത്താവ് ശത്രുവിനെ പോലെയായി. അവിടുന്ന് ഇസ്രായേലിനെ നശിപ്പിച്ചു. അതിൻ്റെ കൊട്ടാരങ്ങളെല്ലാം അവിടുന്ന് തകർത്തു. അതിൻ്റെ ശക്തിദുർഗങ്ങൾ നാശകൂമ്പാരമായി. യൂദാപുത്രിക്ക് കരച്ചിലും വിലാപവും പെരുകുവാൻ ഇടയാക്കി. അവിടുന്ന് തൻ്റെ കൂടാരത്തിലെ തോട്ടത്തിലെ കുടിലിൽ എന്ന പോലെ തകർത്തു. നിർദ്ദിഷ്ടോത്സവങ്ങൾ ആഘോഷിക്കേണ്ട സ്ഥലത്തെ അവിടുന്ന് നാശകൂമ്പാരമാക്കി. കർത്താവ് സിയോനിൽ നിർദ്ദിഷ്ടോത്സവവും സാപത്തും ഇല്ലാതാക്കി. തൻ്റെ ഉഗ്രമായ രോഷത്തിൽ രാജാവിനെയും പുരോഹിതനെയും വെറുത്തു. കർത്താവ് തൻ്റെ ബലിപീഠത്തെ വെറുത്തു തള്ളി. തൻ്റെ വിശുദ്ധ മന്ദിരത്തെ തള്ളിപ്പറഞ്ഞു. അവരുടെ കൊട്ടാരങ്ങളുടെ മതിലുകളെ ശത്രുക്കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവിൻ്റെ ഭവനത്തിൽ നിർദ്ദിഷ്ടോത്സവത്തിൽ എന്ന പോലെ ആരവം ഉയർന്നു. സിയോൻ പുത്രിയുടെ മതിലുകൾ നശിപ്പിക്കാൻ കർത്താവ് ഉറച്ചു. അതിനെ അവിടുന്ന് അളവ് നൂൽ കൊണ്ട് അടയാളപ്പെടുത്തി. അതിനെ നശിപ്പിക്കുന്നതിൽ നിന്ന് തൻ്റെ കരത്തെ അവിടുന്ന് തടഞ്ഞില്ല. കോട്ടയും മതിലും വിലപിക്കാനിടയാക്കി. അവ രണ്ടും ഒപ്പം തളർന്നുപോയി. അവളുടെ കവാടങ്ങൾ ധൂളിയിൽ അമർന്നു. അവിടുന്ന് അവളുടെ ഓടാമ്പലുകളെ ഒടിച്ചു തകർത്തു. അവളുടെ രാജാവും പ്രഭുക്കന്മാരും ജനതകളുടെ ഇടയിലായി. നിയമമില്ലാതായി. അവളുടെ പ്രവാചകന്മാർക്ക് കർത്താവിൽ നിന്ന് ദർശനം ലഭിക്കുന്നില്ല. സിയോൻ പുത്രിയുടെ ശ്രേഷ്ഠന്മാർ മൂകരായി നിലത്തിരിക്കുന്നു. അവർ തങ്ങളുടെ തലയിൽ പൂഴി വിതറി. അവർ ചാക്കുടുത്തു. ജെറൂസലേം കന്യകമാർ നിലംപറ്റെ തല കുനിച്ചു. കരഞ്ഞു കരഞ്ഞെന്റെ കണ്ണുകൾ ക്ഷയിച്ചു. എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. എൻ്റെ ഹൃദയം ഉരുകിപ്പോയി. എന്തെന്നാൽ എൻ്റെ ജനത്തിൻ്റെ പുത്രി നശിച്ചു. ശിശുക്കളും കുട്ടികളും നഗരവീഥികളിൽ മയങ്ങി വീഴുന്നു. മുറിവേറ്റവരെ പോലെ നഗരവീഥികളിൽ തളർന്നു വീഴുമ്പോൾ മാതാക്കളുടെ മടിയിൽ വെച്ച് ജീവൻ വാർന്നു പോകുമ്പോൾ അവർ തങ്ങളുടെ
അമ്മമാരോട് കരഞ്ഞുകൊണ്ട് അപ്പവും വീഞ്ഞും എവിടെ എന്ന് ചോദിക്കുന്നു. ജെറൂസലേം പുത്രി, നിനക്ക് വേണ്ടി ഞാൻ എന്തു പറയും? നിന്നെ ഞാൻ എന്തിനോട് ഉപമിക്കും? കന്യകയായ സിയോൻ പുത്രി, നിന്നെ ആശ്വസിപ്പിക്കാൻ ഞാൻ നിന്നെ എന്തിനോട് താരതമ്യപ്പെടുത്തും? നിന്റെ നാശം സമുദ്രം പോലെ വിശാലമാണ്. ആർക്ക് നിന്നെ പുനരുദ്ധരിക്കാനാവും? നിന്റെ പ്രവാചകന്മാർ നിനക്ക് വേണ്ടി കണ്ടത് വഞ്ചനാത്മകമായ വ്യാജ ദർശനങ്ങളാണ്. നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിന്റെ അകൃത്യങ്ങൾ അവർ മറനീക്കി കാണിച്ചില്ല. അവരുടെ ദർശനങ്ങൾ മിഥ്യയും വഞ്ചനാത്മകവുമായിരുന്നു. കടന്നു പോകുന്നവരെല്ലാം നിന്നെ നോക്കി കൈനീട്ടി കൈകൊട്ടുന്നു. അവർ ജെറൂസലേം പുത്രിയെ നോക്കി ചൂളമടിക്കുകയും തലയാട്ടുകയും ചെയ്യുന്നു. സൗന്ദര്യ തികവെന്നും ഭൂമി മുഴുവന്റെയും ആനന്ദമെന്ന് വിളിക്കപ്പെട്ട നഗരമാണോ ഇത് എന്ന് അവർ ചോദിക്കുന്നു. നിന്റെ സകല ശത്രുക്കളെയും ഞാൻ നിന്ദിക്കുന്നു. അവർ ചൂളമടിക്കുകയും പല്ലിറുമ്പുകയും ചെയ്യുന്നു. നമ്മൾ അവളെ തകർത്തു. ഇതാണ് നമ്മൾ ആശിച്ചിരുന്ന ദിവസം. അപ്പോൾ അത് വന്നു ചേർന്നു. നാം അത് കാണുന്നു എന്ന് അവർ അട്ടഹസിക്കുന്നു. കർത്താവ് തന്റെ നിശ്ചയം നിറവേറ്റി. അവിടുന്ന് തന്റെ ഭീഷണി നടപ്പിലാക്കി. പണ്ട് നിർണയിച്ചതുപോലെ നിഷ്കരുണം അവിടുന്ന് നശിപ്പിച്ചു. ശത്രു നിന്റെ മേൽ സന്തോഷിക്കാൻ അവിടുന്ന് ഇടയാക്കി. നിന്റെ ശത്രുക്കളുടെ ശക്തിയെ ഉയർത്തി. സിയോൻ പുത്രി, കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക. രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ. നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകുകയുമരുത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിങ്ങളുടെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് പോയിക്കൊള്ളുക. കൈകൾ ഉയർത്തുക. കർത്താവെ, നോക്കിക്കാണണമേ. ആരോടാണ് അവിടുന്ന് ഇപ്രകാരം പ്രവർത്തിച്ചത്? സ്ത്രീകൾ തങ്ങളുടെ മക്കളെ, തങ്ങൾ താലോചിച്ചു വളർത്തുന്ന കുഞ്ഞുങ്ങളെ തിന്നണമോ? കർത്താവിന്റെ വിശുദ്ധ മന്ദിരത്തിൽ വെച്ച് പൗരോഹിത്യവും പ്രവാചകനും വധിക്കപ്പെടണമോ? യുവാക്കളും യുദ്ധരും തെരുവീതികളിലെ പൊടിമണ്ണിൽ വീണ് കിടക്കുന്നു. എൻ്റെ കന്യകമാരും എൻ്റെ യുവാക്കളും വാളിനിരയായി. അങ്ങയുടെ കോപത്തിന്റെ ദിനത്തിൽ അവിടുന്ന് അവരെ വധിച്ചു, കരുണ കൂടാതെ കൊന്നു. നിർദ്ദിഷ്ടോത്സവത്തിനെന്ന പോലെ അവിടുന്ന് ഭീകരതകളെ എനിക്ക് ചുറ്റും വിളിച്ചു വരുത്തി. കർത്താവിൻ്റെ കോപത്തിൻ്റെ ദിനത്തിൽ ആരും രക്ഷിക്കപ്പെടുകയോ അവശേഷിക്കുകയോ ചെയ്തില്ല. ഞാൻ താലോലിച്ചു വളർത്തിയവരെ എൻ്റെ ശത്രു നിഗ്രഹിച്ചു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം കേട്ടത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ അനീസത്തൂസ് മാർപ്പാപ്പയെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. വിശുദ്ധ പത്രോസ് മുതൽ 6 പൗലോസ് വരെയുള്ള 264 മാർപ്പാപ്പമാരിൽ 79 പേർ വിശുദ്ധരെന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ്. വിശുദ്ധ പിയൂസ് പ്രഥമന്റെ പിൻഗാമിയാണ് അനിസത്തോസ് പാപ്പ. പ്രിയമുള്ളവരെ, ഇന്നു തന്നെ നാം ധീരരക്തസാക്ഷിയായ വിശുദ്ധ ഹെൻറി ഹീത്തിനെയും അനുസ്മരിക്കുന്ന പൊൻസുദിനം. ഇംഗ്ലീഷ് രക്തസാക്ഷികളിൽ പ്രസിദ്ധനാണ് ഹെൻറി റീത്ത്. പ്രൊട്ടസ്റ്റന്റ് മാതാപിതാക്കളിൽ നിന്ന് ജനനം. MA കഴിഞ്ഞ് ലൈബ്രറിയനായി. ഗ്രന്ഥപരിചയം ഒരു ചോദ്യം ഉറപ്പാക്കി.
ഇംഗ്ലണ്ട് എങ്ങനെ ക്രിസ്തുമത കേന്ദ്രത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടു? ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിനോട് അവൾ പ്രാർത്ഥിച്ചു. അവസാനം ക്രിസ്ത്യാനിയായി. താമസിയാതെ ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു. ഡുവൈൻ വൈദ്യശാലയിലെ 1640 ഇംഗ്ലീഷ് ഫ്രാൻസിസ്കൻ ഭവനങ്ങളുടെ കൊമ്മീസിയുമായി 8 കത്തോലിക്കരെ ഇംഗ്ലണ്ടിൽ വധിച്ചതെറിഞ്ഞ് അങ്ങോട്ട് പോകാൻ അനുവാദം ചോദിച്ചു. വൈമനസ്സോട് അനുവാദം നൽകി. അവിടെ അവർക്ക് സംശയം തോന്നി. അറസ്റ്റ് ചെയ്ത് ക്രിസ്തുവിന് വേണ്ടി മരിക്കാനുള്ള ഭാഗ്യം നൽകിയതിന് അവരോട് നന്ദി പറഞ്ഞ് ഹെൻറി ഹീത്ത് രക്തസാക്ഷിത്വം വഹിച്ചു. മകന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം പിതാവ് ജോൺ ഹിത്തു കത്തോലിക്ക സഭയെ ആശ്ലേഷിക്കുകയും ഡുവേ ആശ്രമത്തിൽ ഒരു അൽമായ സഹോദരനായി ജീവിക്കുകയും ചെയ്തു. രക്തസാക്ഷിയായ വിശുദ്ധ ഹെൻറി റീത്തിൻ്റെയും വിശുദ്ധ അനീസത്തൂസ് പാപ്പായുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.